So, hey guys, my name is Mishwa. You are watching TV Motomotives YouTube channel. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ TVSൻ്റെ റൈഡ് പോവുകയാണ്. ചെറിയൊരു ഷോർട്ട് റൈഡാണ്, വേറെ എങ്ങോട്ടല്ല, വാഗമൺ കേട്ടോ. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായി, ഞാൻ ഗ്ലൗ പോലും ഇട്ടിട്ടില്ല. സംഭവം ഓൾറെഡി നമ്മൾ ലേറ്റായി. 6 മണിക്ക് ആകുമ്പോഴത്തേക്കും ഷോറൂമിൽ എത്രയെന്ന് പറഞ്ഞാണ് മിഥുചേട്ടൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഓൾറെഡി 6:20 സംതിങ് ആയി. അപ്പോൾ ഇന്നലെ നമ്മൾ പെട്രോൾ അടിച്ചിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് എന്നാ പറയണം, നേരെ ഷോറൂമിലോട്ടാണ് പോകുന്നത്. ആൻഡ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണല്ലോ ഷോറൂമിൽ നിൽക്കുന്നവർക്കാണെങ്കിലും നമ്മുടെ വണ്ടിയിൽ വലിയൊരു സർപ്രൈസ് ഉണ്ട്. അത് മിഥുചേട്ടൻ ഓൾറെഡി അറിയാം, പക്ഷേ ബാക്കി ആർക്കും അറിയത്തില്ല. അവിടെ പോയിട്ട് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് റിയാക്ഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ കസ്റ്റമൈസേഷൻ വീഡിയോസും ഇതുപോലത്തെ ട്രാവലിംഗ് വീഡിയോസുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഷോറൂമിൽ പോയിട്ട് കാണാം. എന്നാണ്ട് വെച്ചാലേ അവനെന്ത് വന്നില്ല ഇതുവരെയാണല്ലോ ചേട്ടാ. കുഴപ്പമില്ല. നമ്മുടെ ആ ഹെഡ് ടൈലുണ്ടല്ലോ, ആ ലെവല് കിട്ടും. അതിന് ഇച്ചിരി കിളത്തണം ഫ്രണ്ടിലോട്ട്, പണിയുണ്ട്. എങ്ങനെയുണ്ട് കലാപരിപാടി? എടാ ചെയ്യുമ്പോ വെറൈറ്റി ആയിട്ട് ചെയ്യണ്ടടാ, ഒറ്റടിക്ക് ചെയ്ത് വെച്ചാലല്ലേ. അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ശിവ ചേട്ടായി എന്നുണ്ട് ഉയർന്നോന്നോ, കാലൊന്നും എത്തുന്നില്ലടേ. അത് സെറ്റ് ചെയ്യണം സാറേ, പെയിന്റിങ്. പ്രൊജക്ട് ചെയ്യരുത്, എംവിയുടെ കണ്ണി പെടരുത്. അവന്മാര് കാണേണ്ടതാവും. അത് തന്നെ, അത് എത്തരുത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടു കാണാം, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഫ്രണ്ട് കണ്ടല്ലോ, നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത പോലെ എൻഡ്യൂറോ അപ്പാച്ചിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 75% വർക്കാണ്. ഇനി ബാക്കിലത്തെ വർക്കുണ്ട്, കിറ്റ്, അങ്ങനെ പല പ്ലാൻസും ഉണ്ട്. നമ്മുടെ വണ്ടികൾ ഫ്യൂവൽ ബ്രേക്ക് എടുത്തത് വെച്ചാൽ പെട്രോൾ അടിക്കാൻ കയറിയേക്കുക. ആൻഡ് ഇപ്പോൾ ഇത്രയും വണ്ടി ഇരിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ rr310 ആണ് ഈ സാധനം കേട്ടോ. നമ്മുടെ ഷോറൂമിൽ നിന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇറക്കാം. ഒരു വീഡിയോ കാര്യങ്ങളോ നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. ചെറുക്കൻ ഫ്രണ്ടിൽ കിടന്നിട്ട് വിഷയം ഡ്രൈവിംഗ് ആണ് കേട്ടോ. പക്ഷേ അവൻ എന്നാ പറയണം, മുട്ടരയ്ക്കാതെ റോഡിൽ തിരിക്കുന്നില്ല. നോക്കട്ടെ, ഒരു കുറേ റിട്ടേൺ കാണിച്ചു തരാം.
ഗൈസ് അപ്പോൾ നമ്മൾ തേർഡ് ബൈക്കാണ്. എടാ നിനക്ക് ടയറുള്ളതിൻ്റെ അഹങ്കാരമല്ലടാ കള്ളപ്പന്നി. ഇതിട്ടോണ്ട് എങ്ങനെ തിരിക്കാനാ അങ്ങനെ. നമ്മൾ നൈസായിട്ട് ഇതേ നമ്മുടെ വെള്ളച്ചാട്ടത്തിന് നടത്തിയിട്ടുണ്ട്. ഇത്രയും വണ്ടിയോ ഇരിപ്പുണ്ട് കേട്ടോ. മിഥുൻ ചേട്ടനുണ്ട് അവിടെ, നമ്മുടെ വണ്ടി മലയാളത്തിൻ്റെ ആൾക്കാർ എല്ലാവരും നമ്മുടെ ടീംസ് മൊത്തം ഉണ്ട്. അത്യാവശ്യം ഇനി വണ്ടി വരാനുണ്ടെന്ന് തോന്നുന്നു. ജെബിൻ ചേട്ടൻ അവിടെ ഉണ്ട്, പിറ്റോ സാറിൻ്റെ കാർ വരാനുണ്ട്. അപ്പം അതുപോലെ വേണ്ട കണ്ടല്ലോ ഇവനേട്ടാ അക്രമം കാണിച്ചോണ്ട് ഓടിക്കിടന്ന് മുട്ടുണ്ടോടാ ഇല്ല. സോ ഗൈസ് അപ്പോൾ ദേ നമ്മൾ ഇവിടുന്ന് വിടുക കേട്ടോ. ചെറുക്കൻ എത്രത്തോളം റോഡിൽ കിടന്ന് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രണ്ട് സെക്ഷൻ മാറി റാലി എഡിഷൻ ടയർ കയറി. സോ നമ്മളെക്കൊണ്ട് അങ്ങനെ റോഡിൽ അക്രമം കാണിക്കാൻ പറ്റത്തില്ല. ഇനി മുതൽ നമ്മൾ മര്യാദയ്ക്ക് റോഡിൽ ഓടിക്കേണ്ടതാണ്. സോ കണ്ടല്ലോ ഇറ്റ്സ് വൈബ് ഗൈസ്. പൊളി റോഡ്. ചെറുക്കൻ അക്രമമാട്ടോ റോഡിൽ. അത്ര ടയറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. സോ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ എത്തി കേട്ടോ. ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. അത് കണ്ടല്ലോ വണ്ടിയെല്ലാം നിർത്തി ഇട്ടിട്ടുണ്ട്. അക്രമം റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമം റോഡായിരുന്നു. ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ചെറുക്കനൊക്കെ റോഡിൽ കിടന്ന് ഉരുളുവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് എന്നാ പറയണ്ടേ, പക്കായിട്ടല്ല സെറ്റായിട്ടുണ്ടല്ലോ. അപ്പം ഏകദേശം ഇത്രയൊക്കെ പേരുണ്ട്. ഇനിയും പിറ്റോ സാറിന് വണ്ടി വരാനുണ്ട്. കുറേ പേരുണ്ട്. ജെബിൻ ചേട്ടനുണ്ട്, മിഥുൻ ചേട്ടനുണ്ട്. അങ്ങനെ പിറ്റോ സാറിന് വണ്ടി എത്തി. ആൻഡ് യെസ് ഗൈസ് വി ആർ ഹിയർ. ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ വാഗമൺ. അതാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം മനെ റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി റോഡ്, വിഷയ സാധനം, ഒന്നും പറയാൻ. നിന്റെ ടയർ കുഴികൾ ബാക്കിയെല്ലാം അല്ല സാറേ ഏതായാലും പൊളിച്ച്. റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡ്. ഇവിടെ നിന്നോട്ട് സോ ഗൈസ് നമ്മളിതേ ഇവിടുന്ന് തിരിക്കുക കേട്ടോ. അപ്പം അടുത്ത സ്റ്റോപ്പിനി വാഗമണ്ണാണ്. ഇവിടെ അത്യാവശ്യം കോടയൊക്കെ കയറി, നല്ലപോലെ കോട കയറി വരുന്നുണ്ട്. നമ്മുടെ പയ്യന്മാരെല്ലാം ബൈക്കിൽ റെഡിയാണ്. അപ്പം ഇനിയും ഞാൻ അധികം കാണിക്കുന്നില്ല, നേരെ വാഗമൺ കാണിച്ച് പോയിട്ട് കാണിക്കാം. കാരണം ഗോപ്രോയുടെ ചാർജും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ സോ ഗൈസ് അപ്പം നമ്മളിതേ ഏകദേശം വാഗമൺ എടുത്തുകൊണ്ടിരിക്കുക. ചെറിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ബൈക്കിൻ്റെ പുറകിലാണ് നമ്മൾ ചെറുക്കൻ കയറിയിട്ടുണ്ട്. അപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പം സംശയമാണ് ഇനി അങ്ങോട്ട് വ്ലോഗ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ
അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഗൈസ് ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് എന്നാ ബിഡി സാർ? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. നിങ്ങൾ ചുമ്മാ മനുഷ്യ പറ്റിക്കാതെ കേട്ടോ. ബാക്കിയുള്ള ടീംസും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഫുഡെല്ലാം കഴിച്ച് സെറ്റാക്കിയിട്ട് വരാം. പിന്നെ ഒരു ചെറിയ പ്ലാൻ പോകുന്നുണ്ട്, അതുകൂടെ ഉണ്ടെങ്കിൽ ഞാൻ വ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം തൽക്കാലം ഞാൻ ഫുഡ് കഴിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിംഗ് ആണ്. ജീപ്പ് ട്രക്കിങ്ങും ഓഫ് റോഡുമാണ് പരിപാടി. വണ്ടി എല്ലാം ഇരിപ്പുണ്ട് ആൻഡ് എല്ലാവരും വരുന്നുണ്ട്. എനിക്ക് ഓഫ് റോഡ് ആവോ എന്തോ. ഇവിടെ നല്ലൊരു വൈബ് സ്പോട്ടാണ്. ഇതിന് കയറിയാലോ? അപ്പം നൈസായിട്ട് ഞങ്ങളെ കുറച്ച് ഒരുപാട് കെട്ടണമെന്നില്ലല്ലേ? അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. വ്യൂ പോയിന്റ് ഒന്നും ഇല്ല ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ ബൈക്കിരിക്കുന്ന സ്ഥലത്തോട്ട് വന്നു കേട്ടോ. അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞ് അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. അവിടെ വിറ്റോ സാറിൻ്റെ എന്നാ പറയണ്ടേ സെറ്റപ്പ് ആയിരുന്നു മൊത്തം. എന്നാ പറയണ്ടേ, ഇന്നത്തെ ദിവസം പൊളിയാക്കി. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ കുറച്ച് നേരം ഇനി എല്ലാവരും ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളിവിടെ സ്ഥലം വിടും. അതേ ഉള്ള പരിപാടി. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടി സമയമൊന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്. വണ്ടിയെല്ലാം വന്നോട്ടെ, വണ്ടിയെല്ലാം വന്നു. ഇപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. വണ്ടിയെല്ലാം ഇരിപ്പുണ്ട്. അപ്പം വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാം.